ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഡൈനമൈറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് 10 മിനിറ്റ് മതി. ഈ സെയിം റെസിപ്പി നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള 20 പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഗാർലിക് പൗഡർ ചേർത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാപ്രിക്കോ അല്ലെങ്കിൽ കായൻ പെപ്പറോ ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കശ്മീരി ചില്ലി ആഡ് ചെയ്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഡാർക്ക് സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടേ. ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിന് മാറ്റി വെക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ള ആ ഒരു ഡ്രൈ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ മൈദ, ഇതിലോട്ട് അത്രയും തന്നെ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗാർലിക് സീസണിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മിക്സ്ഡ് ഹെർബ്സോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഈ മസാലകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺഫ്ലവറും മൈദയുടെ മിക്സുകളിൽ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ഈ ചെമ്മീൻ ഈ ഡ്രൈ മിക്സിലോട്ടേക്ക് ഓരോന്നായിട്ട് മാറ്റി അതിനെ നന്നായിട്ട് കോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ ചെമ്മീനും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം. മൈദ കോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്തതിന് ശേഷം ഉണ്ടാവുക. അതിനുശേഷം നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സോസിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ചേർക്കാം, യാതൊരു കുഴപ്പമില്ല. നെക്സ്റ്റായിട്ട് ഞാനിവിടെ സ്രിറാച്ച ചേർക്കുകയാണ്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ അതിൻ്റെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നോർമലി സിറാച്ചയും സ്വീറ്റ് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ സിറാച്ച മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസോ അല്ലെങ്കിൽ ഹോട്ട് സോസോ വെച്ചിട്ട് നമ്മൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ചൂടുള്ള ഓയിലിലോട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി പ്രോൺസ് ഒന്നിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രോൺസും കൂടെ ഒന്നിച്ചൊട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് വളരെ ശ്രദ്ധിച്ച് കുറച്ച് വിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 4 മുതൽ 5 മിനിറ്റ് വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് നല്ല അകത്ത് വരെ നന്നായിട്ട് വെന്തിട്ട് കിട്ടുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാം നമ്മുടെ പ്രോൺസ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ പ്രോൺസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം അധികം വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മയണൈസ് സിറാച്ചായി വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സോസിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാ പീസിൻ്റെയും എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് സെർവ് ചെയ്യാം. ആ ഒരു ക്രിസ്പിനെസ് മാറുന്നതിന് മുമ്പേ സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.